ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പോകുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്തേക്കാണ്. യഥാർത്ഥത്തിൽ ഒരു PSC എക്സാമിന് വേണ്ടിയിട്ടായിട്ടോ വന്നത്. രാവിലെ 7 മണിക്കായിരുന്നു എക്സാം. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ബാക്കിയുള്ളത് കൊണ്ട് ഇത്ര ദൂരം വന്നേയില്ലേ, അപ്പോൾ പിന്നെ എന്തായാലും കൊല്ലം മൊത്തം ഒന്ന് കണ്ടിരിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചിന്നക്കട ക്ലോക്ക് ടവറിൻ്റെ സമീപത്താണ്. കൊല്ലത്തിൻ്റെ പ്രധാന ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ ക്ലോക്ക് ടവർ. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ടവർ തന്നെയായിരിക്കും. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന റോഡാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കൊല്ലം. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. എക്സാം ഒക്കെ കഴിഞ്ഞു തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് കൊല്ലം വി പാർക്കിലാണ്. കേരളത്തിലെ ആദ്യത്തെ അണ്ടർ ബ്രിഡ്ജ് പാർക്ക് എന്ന പ്രത്യേകതയുള്ളതാണ് ഈ പാർക്കിന്. നമ്മുടെ കൊല്ലം SN കോളേജിന്റെ ഒക്കെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു പാലത്തിന്റെ താഴെയായിട്ടാണ് ഈ പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും കുറച്ച് സമയം ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയൊരിടമാണ് ഇത്. കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള സ്ഥലം, ഓപ്പൺ ജിമ്മ്, പിന്നെ വാക്കിംഗ് ട്രാക്ക്, വോളിബോൾ കോർട്ട്, അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല നിരവധി സൗകര്യങ്ങളുള്ളതാണ് കേട്ടോ. എൻ്റെ മോൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, കൂടെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് അടിപൊളിയാണ് ഇവിടുത്തെ. എനിക്കിവിടുത്തെ നൈറ്റ് ലൈഫാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കിവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെസ് ബോർഡാണ്. ഞാൻ ഇത്രയും വലിയ ചെസ് ബോർഡ് ഇവിടെ അല്ലാണ്ട് വേറെ എങ്ങും കണ്ടിട്ടില്ല. വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കുറേ പേരൊക്കെ വന്നിരുന്നു. ഭയങ്കര മത്സരമായിട്ടോ, നല്ല കോമ്പറ്റീഷൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും. ഇതുപോലത്തെ വലിയ ചെസ് ബോർഡൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ആര്യയും മോളും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പകൽ സമയമായതുകൊണ്ട് ഇവിടെ കടകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. രാത്രിയിൽ ഇവിടെ നല്ല ലൈറ്റിങ്ങും നല്ല ഭംഗിയാണ്. ഞങ്ങളങ്ങനെ വരാറുണ്ട് ഇവിടെ. അപ്പോൾ രാത്രിയിൽ നല്ല ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കുറേ സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാർക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല വ്യൂസാണേ. ഒരിടത്ത് റോഡ് കാണാം, ഒരിടത്ത് ട്രെയിൻ പോകുന്നത് കാണാം. നല്ല വ്യൂസാണ് ഇവിടെ കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ കടകളുണ്ട്. ഇപ്പം ഫ്രണ്ട് ഏരിയയിൽ മൊത്തം ഇങ്ങനെ മഴ പെയ്തിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സ്ഥലം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുകവലി പാടില്ല, മദ്യപാനം അങ്ങനെയൊക്കെയുള്ള അതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ നല്ല കളർഫുള്ളാണ്. ഡേ ടൈമിൽ നല്ല കളർഫുള്ളും രാത്രി ടൈമിൽ ഫുൾ ലൈറ്റിങ്ങും ആണ്. നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ഏരിയയിൽ വരാൻ വേണ്ടിയിട്ട്. ഈ പാർക്കിനകത്ത് കൊല്ലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഇതിനകത്തിലൊക്കെ നോക്കി നമുക്ക് പോകേണ്ട ഭാഗത്തൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഡിസ്റ്റൻസും എല്ലാം അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊല്ലം വി പാർക്കിനടുത്തായിട്ട് തന്നെ വയോജന പാർക്കും ഉണ്ട്. അതിനടുത്തായിട്ടാണ് SN കോളേജ്. ഇതാണ് SN കോളേജ്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അഷ്ടമുടിക്കായൽ. ബോട്ടിങ്ങിലൊക്കെ കയറാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് കയറിയില്ല. അതുവഴി ഞങ്ങൾ നേരെ എത്തിയത് ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്വന്തം തേവള്ളി പാലസിലേക്കാണ്. പണ്ട് കാലത്ത് നമ്മുടെ കൊല്ലത്തെ മെയിനായിട്ടുള്ള ഒരു കൊട്ടാരമായിരുന്നു നമ്മുടെ ഈ തേവള്ളി പാലസ്. ഇപ്പോൾ ഇത് PWDയുടെ അണ്ടറിലാണ്. നമുക്ക് ആർക്കും പ്രവേശനമില്ല, അകത്തേക്ക് പ്രവേശനമില്ല. ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പിന്നെ നിലവിൽ ഇത് ഇപ്പോൾ NCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഞാനൊക്കെ NCCക്ക് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ വന്ന് കുറേ മെമ്മറീസ് ഉള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് താഴേക്ക് പോകുമ്പോഴത്തേക്കും അഷ്ടമുടി കായലാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ നേവൽ NCCയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് താഴോട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഈ കൊട്ടാരത്തിൽ നിന്നുള്ള താഴോട്ടുള്ള വരുന്ന വ്യൂ ആണ് ഈ അഷ്ടമുടി കായൽ. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ മീറ്റിംഗ് ആയതുകൊണ്ടായിട്ടോ പോവാത്തത്. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് 1819 കാലഘട്ടങ്ങളിലായിട്ടോ ഈ കൊട്ടാരം പണികഴിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിഭായി ആയിരുന്നേ. ഒരു പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ഡച്ച് നിർമ്മാണ ശൈലിയുടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയെ കൊട്ടാരത്തിൽ കാണാൻ പറ്റുമേ. ഈ കൊട്ടാരത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ ആർമി CSD ക്യാൻറ്റീനും നിലനിൽക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് കൊല്ലത്തിൻ്റെ അടുത്ത കൊട്ടാരമായിട്ടുള്ള ചീന കൊട്ടാരത്തിലേക്കാണ്. ഒരു കൊല്ലംകാരി ആയിരുന്നിട്ട് പോലും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലാത്തതായിട്ടോ ഈ ചീനക്കൊട്ടാരം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ റെയിൽവേയുടെ അണ്ടറിലാണ്, റെയിൽവേയുടെ സാധനങ്ങളാണ് ഇതിനകത്ത് മൊത്തം ഫില്ല് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ട് റിനോവേഷൻ ചെയ്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമെന്നാണ്. അപ്പോൾ നമ്മുടെ കൊല്ലത്തിൻ്റെ നല്ലൊരു സ്പോട്ടായിട്ട് മാറുകയും ചെയ്തത്. പണ്ട് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തിൻ്റെ യാത്രാവേളകളിലൊക്കെ ഒരു വിശ്രമ കേന്ദ്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് പണി കഴിപ്പിച്ചത്.
ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ട് നവീകരിക്കുന്ന പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമായിരിക്കും ഇത്. പുറത്തുനിന്ന് കണ്ടപ്പോഴും അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ അടിപൊളിയായിട്ടോ, അതിൻ്റെ കട്ടയും പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്ത് രസമാണ്. ഞാൻ അവിടെ പോയി നോക്കുകയാണേ. ചീനക്കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് നമ്മുടെ RP മാളിലേക്കാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷേ വിശപ്പിൻ്റെ ആ ഒരു വിളിയിൽ ഞാൻ മറന്നുപോയി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും അതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ RP മാളിൽ കയറിയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഐസ്ക്രീമൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ. ഇതൊന്നും നമ്മുടെ കൊല്ലത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളൊന്നുമല്ലേ. ഇനി ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ കൊല്ലത്തിനുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടാന്നല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. താങ്ക് യു.